ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഷനു സാമുവേൽ അടൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. പരമപിതാവിനെ സ്തുതി പാടാം, അവനന്നു ജീവനെ നൽകിയവൻ, പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങൾ അഖിലവും നീക്കിടുന്നു. പരമപിതാവിനെ സ്തുതി പാടാം, അവനന്നു ജീവനെ നൽകിയവൻ, പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങൾ അഖിലവും നീക്കിടുന്നു. പരമപിതാവിനെ സ്തുതി പാടാം, അവനന്നു ജീവനെ നൽകിയവൻ. മോർണിംഗ് വോയിസിന്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ദൈവത്തെ തൻ്റെ ജീവിതാനുഭവത്തിൽ കാണുന്ന, മനസ്സിലാക്കുന്ന തൻ്റെ പ്രത്യേകതകളാണ് വിവരിക്കുന്നത്. കഷ്ടതയില്ലാത്ത മനുഷ്യരാരുമില്ല. എല്ലാവർക്കും വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളും കഷ്ടതകളുമൊക്കെ ഉണ്ട്. എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തെ കാണുന്നത് തൻ്റെ സങ്കേതവും ബലവുമായിട്ടാണ്. സങ്കേതം എന്ന് പറയുന്നത് ഒരു അഭയസ്ഥാനമാണ്. ബലം എന്ന് പറയുന്നത് തൻ്റെ ധൈര്യമാണ്. തനിക്ക് ഒരു അഭയസ്ഥാനമായി, തനിക്കൊരു ധൈര്യമായി തന്നോടുകൂടെ കഷ്ടതയുടെ നടുവിൽ ദൈവമുണ്ട്. മാത്രമല്ല, താൻ പറയുന്നത് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആ വാക്കുകൾ തന്നെ എത്രയോ ശ്രദ്ധേയമാണ്. കഷ്ടങ്ങളിൽ, കഷ്ടതകളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവത്തെ കൂടെ കാണുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്ത് അനുഭവിക്കുന്ന, ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു ദൈവഭക്തന് മാത്രമേ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് താഴോട്ട് നമ്മൾ കാണുന്നത്, ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തെ ഏറ്റവും അടുത്ത് അനുഭവിച്ചറിയുന്ന, ദൈവ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്ന, ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എത്ര കഷ്ടതകൾ വന്നാലും, അവന് ധൈര്യവും ബലവും സങ്കേതവുമൊക്കെയായി ദൈവം അവനോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ വരുമ്പോൾ ഈ ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത തുണയാണോ? അങ്ങനെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് ഭാരത്തിൻ്റെ നടുവിലും കുലുങ്ങിപ്പോകാതെ ധൈര്യത്തോടെ നിൽക്കാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നും നാം ആഗ്രഹിച്ചു വരുന്നതല്ല. നാം അറിയാതെ അപ്രതീക്ഷിതമായി ധാരാളം സംഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നടക്കാറുണ്ട്. രോഗങ്ങളാകട്ടെ, അപകടങ്ങളാകട്ടെ, മരണങ്ങളാകട്ടെ, നാം പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത ധാരാളം കാര്യങ്ങൾ. അങ്ങനെ ഒരു ലോകത്താണ്, സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ നിലനിൽക്കണമെങ്കിൽ ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കണം. ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ദൈവം സങ്കേതമായിരിക്കണം. ദൈവീകമായ ബലം അനുഭവിപ്പാൻ, ധൈര്യം അനുഭവിപ്പാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ്, ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോഴാണ് ഏത് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഭാരങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ, നിരാശപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ സന്തോഷത്തോടെ നിൽക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ സങ്കീർത്തനക്കാരൻ അത് ആ ദൈവ സാന്നിധ്യത്തെ അവോളം അനുഭവിക്കുകയാണ്. സങ്കേതം എന്ന് പറയുന്നത്, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും, നമ്മുടെ സങ്കേതം. സങ്കേതം ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു അഭയസ്ഥാനമാണ്.
ആ പഴയ നിയമത്തിൽ തന്നെ സങ്കേത നഗരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ സങ്കേത നഗരത്തിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ അഭയം ചൊല്ലുമ്പോൾ, ദൈവത്തോട് ഹൃദയം തുറന്ന് ദൈവമേ അങ്ങ് മാത്രമേ എനിക്കുള്ളൂ, അവിടുന്നല്ലാതെ എന്നെ കരുതുവാൻ, എന്നെ നടത്തുവാൻ, എന്നെ പരിപാലിക്കുവാൻ, എൻ്റെ കഷ്ടതയിലും ഭാരങ്ങളിലും എനിക്ക് ആശ്വാസം നൽകുവാൻ മറ്റാരുമില്ല എന്നൊരു തിരിച്ചറിവ്, ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവാശ്രയം അനുഭവിക്കുവാനും നമുക്ക് കഴിയും. ഇവിടെ അതാണ് സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ അവരനുഭവിക്കുന്നത്. അവർ കഷ്ടതയുടെ നടുവിലായപ്പോഴും അവർ കാണുന്നത് കഷ്ടതയല്ല, പിന്നെ ആ കഷ്ടതയിലും തുണയായിരിക്കുന്ന, കഷ്ടതയിൽ ആശ്വാസമായി കൂടെ ഇരിക്കുന്ന ദൈവത്തെയാണ്, ദൈവ സാന്നിധ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം കൂടെ ഉള്ളപ്പോൾ നാം എന്തിനു ഭാരപ്പെടണം? ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ നാം എന്തിനു നിരാശപ്പെടണം? ദൈവം നമ്മുടെ സങ്കേതമായുള്ളപ്പോൾ നാം എന്തിന് പതറിപ്പോകണം? ജീവിതാനുഭവങ്ങളിൽ ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നമ്മെ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. കഷ്ടതയുടെ നടുവിൽ പലരും കണ്ണടച്ച് മാറി നിൽക്കുമ്പോൾ മാറി നിൽക്കാതെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ വേദനകൾ അറിയുന്ന, ഭാരങ്ങൾ അറിയുന്ന ഒരു ദൈവം. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് നാം ഓർത്തതുപോലെ ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളമിരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഈ ദൈവം എൻ്റെ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ, ജീവിതത്തിൽ അനവധി പ്രതിസന്ധികൾ, ഇതൊക്കെ അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ചില വാക്കുകൾ, ചില ആളുകളുടെ ഇടപാടുകൾ, ചില അനുഭവങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ വ്യത്യസ്തമായി അനുഭവിക്കേണ്ടി വരുമ്പോഴും പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആശ്വാസത്തോടെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിനും ഇങ്ങനെ ചോദിക്കട്ടെ, ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് പ്രാണലോകത്തിലേക്ക് വന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ഏറ്റുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഈ വലിയവനായ ദൈവത്തിൽ, ഈ കർത്താവിൽ ആശ്രയിപ്പാൻ, ഈ കർത്താവായ യേശുവിൽ ചാരി ജീവിപ്പാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ജീവിതത്തിന്റെ വിജയം, അതാണ് ഭാഗ്യം. ദൈവം കൃപ നൽകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ കോട്ടയായ ദൈവമേ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത തുണയായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ കുറവുകളാണ്. എന്നാൽ അങ്ങേ ആശ്രയിച്ച് ജീവിപ്പാൻ, കർത്താവെ അങ്ങിൽ അഭയം ചെന്ന് ജീവിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ആശ്രയം അങ്ങ് മാത്രമായിരിക്കാൻ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവെ, വചനം കേട്ട എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് സഹായിക്കണമേ. ആരെങ്കിലും കഷ്ടതയുടെയും ഭാരത്തിന്റെയും വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവെ അവരോട് കൂടെ ഇരിക്കണമേ. അവിടുന്ന് നല്ല നാഥനായി, ആശ്വാസകനായി, വീണ്ടെടുപ്പുകാരനായി ഞങ്ങളോട് കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ നല്ല നാഥനായി ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. എല്ലാവർക്കും അവിടുന്ന് ദൈവകൃപ നൽകണമേ. ഞങ്ങൾ ഇത്രത്തോളം കരുതിയതിനായിട്ട് സ്തോത്രം. അടിയങ്ങളെ താഴ്ത്തുന്നു, മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.